Good, good morning, all. Good morning, ma'am. Good morning, Miss. Morning, Miss. Good Good morning. morning. Good morning, Miss. Good Good morning. morning, ma'am. Very good morning. Prayer പറഞ്ഞു കേട്ടോ. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് ഓൾ ഫ്രണ്ട്സ്. ഹാവ് എ നൈസ് ഡേ എവരിവൺ. ഒരു പ്രാർത്ഥന എന്നത് ഒരു ആത്മാവിന്റെ ഒരു ആഗ്രഹമാണ്. ഒരു പ്രെയർ സോങ്ങോട് കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാൻ പ്രെയർ സോങ്ങിനായി ബിസ്മയെ ക്ഷണിക്കുന്നു. അമ്മയ്ക്കും അച്ഛനും ആദ്യ പ്രണാമം, ആചാര്യന്മാർക്കു സൂര്യപ്രണാമം, ചങ്ങാതിമാർക്കും മറ്റുള്ളവർക്കൊക്കെയും മംഗളം നിറയുന്ന സ്നേഹപ്രണാമം, സർവശ്രേഷ്ഠാമാം ജഗദീശ പ്രണാമം. മാനവ ജന്മപ്പിറവിക്കു നന്ദി, നന്മൂലപ്പാലിൻ കരുണയ്ക്കു നന്ദി, ആലോലമാട്ടിയ കൈകൾക്കു നന്ദി, താരാട്ടുപാട്ടിനും കൂട്ടിനും നന്ദി, അക്ഷരപ്പൂവിലെ തേനിനു നന്ദി, അറ്റമില്ലാത്തോരറിവിനു നന്ദി, മോഹങ്ങൾ തിരിനീട്ടും പുലരിക്കു നന്ദി, സ്നേഹാലയമാമീ പാരിനും നന്ദി, അമ്മയ്ക്കും അച്ഛനും ആദ്യ പ്രണാമം, ആചാര്യന്മാർക്കു സൂര്യപ്രണാമം, ചങ്ങാതിമാർക്കും മറ്റുള്ളവർക്കൊക്കെയും മംഗളം നിറയുന്ന സ്നേഹപ്രണാമം, സർവശ്രേഷ്ഠാവാം ജഗദീശ പ്രണാമം. താങ്ക് യു. സൈൻ ഇൻ ചെയ്യാനായി അഞ്ജനയെ ക്ഷണിക്കുന്നു. Hello, everyone. I welcome Abarna teacher who is taking the class today, and I also welcome all dear friends. Thank you. ഒരു പോസിറ്റീവ് തോട്ട് കേട്ടാലോ? അതിനായി റോസ്മേരിയെ ക്ഷണിക്കുന്നു. Good morning, Miss and my dear friends. Make your thoughts and perception beautiful, and there will be progress in life. ചിന്തയും ധാരണകളും മനോഹരമാക്കുക, ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകും. Thank you all. അപ്പോൾ നമ്മൾ പുതിയ സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ പോർഷൻ എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്നത്? മാം ഇന്ന് കാർഡിന്റെ ഉണ്ടായിരുന്നു. എന്താണ്? സെൻസ് ഓർഗൻസിന്റെ കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. ഒരാള് പറയോ? സെൻസ് ഓർഗൻസ് ആണോ? ആ, സെൻസ് ഓർഗൻസിന്റെ കാർഡ് ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. ഫ്ലാഷ് കാർഡും സെമിനാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെമിനാർ ടോപ്പിക്കോ? ടോപ്പിക് ഏതായിരുന്നു? ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട് മാം, 2-3 ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. ഹോക്കി അങ്ങനെയൊക്കെ, ഭോപ്പാൽ ദുരന്തം, അതൊക്കെ. ഓക്കെ ഓക്കെ, മനസ്സിലായി. ഓക്കെ, ആദ്യം നമുക്ക് ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യാം. എല്ലാവരും പേര് അയക്കാം. സെമിനാറിന് മുമ്പ് ആക്ടിവിറ്റി അയക്കാം കേട്ടോ. ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പേര് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ദിനീഷ, കേട്ടോ. നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. സലീന, ഓക്കെ ഓക്കെ. ഓ, അയക്കാൻ നല്ല രസമുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ഐഡിയ. നന്നായിട്ടുണ്ട് കേട്ടോ. സംന,
സംന. കാണുന്നുണ്ടോ? ആടവൻ മിനിറ്റ് കേട്ടോ, പിൻ ചെയ്തിട്ട് കാണാട്ടോ. ഓക്കെ. നന്നായിട്ടുണ്ട് കേട്ടോ. സൽമ. സൽമ. കാണാൻ പറ്റുന്നുണ്ടാവോ? നോക്കടാ. ആടാ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ശിവരഞ്ജിനി. ഓക്കേടാ, എഴുതിയിട്ടില്ല അല്ലെ? എഴുതാണെങ്കിൽ നന്നായിരിക്കും കേട്ടാ. എഴുതിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നില്ല കേട്ടാ. ആ കളർ കൊണ്ട് പിങ്ക് ആണല്ലോ, ഇങ്ങോട്ട് അതുകൊണ്ടായിട്ടാടാ. നന്നായിട്ടുണ്ട് കേട്ടാ. ജെമിനി. ഓക്കെ. തൻസിമ. തൻസീമ. ഹലോ മിസ്സേ, എനിക്ക് ആദ്യത്തെ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു, അപ്പൊ അത് ഞാൻ ആദ്യം കളിച്ച് കാണിച്ചോട്ടെ? കാണിച്ചോടാ. നമ്പർ കാർഡ്സ് നന്നായിട്ടുണ്ട് കേട്ടോ. നമ്പർ ചാർട്ട്. ആൽഫബറ്റ് സെറ്റ്. കേടാ. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്സേ. മരിയ. മോന്റെ പേരെന്താണ്? പ്രൊനൗൺസ് ചെയ്തിട്ടായിരിക്കുള്ളൂ. മിരിയ. മിരിയ. ഓക്കെ. ജസ്റ്റ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരിക്കും പേര് വന്നപ്പോ. നമ്പർ ചാർട്ട് അല്ലേ? കണ്ടു കേട്ടോ. പിന്നെ സെൻസ് ഓർഗൻസ്. ആൽഫബറ്റ് ചാർട്ട്. ഓക്കെ. വരച്ചിരിക്കുന്നതാടാ. വരച്ചിരിക്കുന്ന. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, റെയിൻബോ. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. സ്കിൻ. ഐ ക്യാൻ ടച്ച്. ഓക്കെ. മിസ് ഇത് ആക്ഷൻ സോങ് ചെയ്യേണ്ടതാണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല സെൻസ് ഓർഗൻസിന്റെ. സെൻസ് ഓർഗൻസ് അല്ല, നേരത്തെ മറ്റേ ഹെൽത്തി ഹാബിറ്റ്സിന്റെ. ഹെൽത്തി ഹാബിറ്റ്സിന്റെയോ? പ്രസന്റ് ചെയ്തോ പ്രിപ്പയർഡ് ആണെങ്കിൽ? Brush your teeth, brush it every day.
Father, mother, brother, sister, brush it every day. Wash, wash, wash your face, wash it every day. Father, mother, brother, sister, wash it every day. Comb your hair, comb it every day. Father, mother, brother, sister, comb it every day. Eat, eat your food, eat it every day. Father, mother, brother, sister, eat it every day. Drink, drink your milk, drink it every day. Father, mother, brother, sister, drink it every day. Thank you. നന്നായിരുന്നു കേട്ടോ. ഓക്കെ മിസ്. ശരി. ഓക്കെ 1 മിനിറ്റ് ശില്പ. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. രണ്ടെണ്ണം ചെയ്തോ? ഓ ഫ്രണ്ട് അനിയത്തിയുടെ ആണല്ലേ? ചിലപ്പം മ്യൂട്ടാടാ. ആ മാം. ഓക്കേടാ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. രണ്ടുപേരും നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. വിസ്മയ. മാം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാം നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ ജ്യോതി. ജ്യോതി ഓക്കേടാ കണ്ടു. ഓക്കെ ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. ജ്യോതി എടുത്താലോ കേട്ടോ. ഓക്കെ ഓക്കെ നല്ല രസമുണ്ടാവും. നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. മോൾ. കാണുന്നുണ്ടോ മാം? കാണാടാ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മാം. ജൂബി. Okay, ma'am. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. റഷീദ. ഓക്കെ 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 നന്നായിട്ടുണ്ട് കേട്ടോ. സംഗീത. നമ്പർ കാർഡ്സ് നമ്പർ ചാർട്ട്. ഓക്കേടാ.
നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. വിന്ധ്യ. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ മാം. അപ്പോ കവിത കേട്ടോ. ഓക്കെ, ഓക്കെ, കുഴപ്പമില്ല കേട്ടോ കവിത. നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങളിപ്പോ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളും ഇതേപോലെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത് പ്രസന്റ് ചെയ്തത് കേട്ടോ. ഏകദേശം എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ചെയ്യാത്തവരും നെക്സ്റ്റ് ക്ലാസ് ഹോസ്പിറ്റലിലായിരുന്നോണ്ട് ചെയ്തില്ല കുട്ടിക്ക്. കുഴപ്പമില്ലാടോ. അപ്പൊ ഒരു ഐഡിയ കിട്ടിയില്ലേ നമുക്ക് ചെയ്യാനുള്ള ഒരു ഐഡിയ എങ്ങനെ ചെയ്യണം എന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ബാക്കിയുള്ളവർ ചെയ്തതൊക്കെ കണ്ടപ്പോ അപ്പൊ ചെയ്യാത്തവരെല്ലാവരും അതൊന്ന് ചെയ്യാം. റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളും അങ്ങനെ തന്നെ. ഓക്കെ, അപ്പോ നമുക്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്യാട്ടോ വർക്ക്. ദെൻ നമ്മള് സെമിനാറിലേക്ക് വരാണ്. ഫിസിക്കൽ ഡിസബിലിറ്റീസിലെ ചാപ്റ്ററിന്റെ ഭാഗമായിട്ടായിരുന്നു നമ്മൾ സെമിനാർ തന്നത് അല്ലെ? ഫിസിക്കൽ ഡിസബിലിറ്റി. ഓക്കെ, ഇപ്പോ അതില് ഓരോരുത്തരും ടോപ്പിക് പറഞ്ഞു കേട്ടോ. എന്നിട്ട് സെമിനാർ എടുത്തു. പേരും ഇത് മെൻഷൻ ചെയ്യാണെങ്കിൽ ഞാൻ വിളിക്കാം ഒരു ഓർഡറിൽ. ഓക്കെ, ഞാൻ പറയാം. എൻഡോസൾഫാൻ, ഓക്കേടാ. എൻഡോസൾഫാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ മാം, തുടങ്ങട്ടെ മാം. ആടാ. തോൽക്കാൻ മനസ്സില്ലാത്തൊരമ്മ സൗറാബി +1 പരീക്ഷ കഴിഞ്ഞെത്തിയ മകൾ റിഷ്ണയ്ക്ക് ചോറ് വാരിക്കൊടുക്കുകയാണ് ആ അമ്മ. നാളത്തെ പരീക്ഷയ്ക്ക് പുസ്തകവും എടുത്ത് അടുത്ത് റിഷ്ണയും. എൻഡോസൾഫാൻ വിഷപ്പേത്തിൽ ശരീര വളർച്ച മുരടിച്ചു പോയ റിഷ്ണയ്ക്ക് തല വളരുന്ന ഹൈഡ്രോസിഫാലിസ് രോഗമുണ്ടായിരുന്നു. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ശസ്ത്രക്രിയ ഉൾപ്പെടെ പലവട്ടം പല ചികിത്സകൾ. അതിനിടയിൽ കിട്ടിയ ഇടവേളകളിൽ മകളെ ഒരു രോഗിയായി ഇരുട്ടുമുറിയിൽ തള്ളിയിട്ടില്ല ആ അമ്മ. മറ്റു 3 പെൺമക്കൾക്കൊപ്പം റിഷ്ണയെയും സ്കൂളിലേക്ക് വിട്ടു. പഠിച്ച് അവളിപ്പോൾ +1-ലായി. +2 കഴിഞ്ഞ് കമ്പ്യൂട്ടർ പഠിച്ചൊരു ജോലി നേടണമെന്ന് മോഹമുണ്ട് റിഷ്ണയ്ക്ക്. ഓരോ ക്ലാസ്സും കടന്ന് റിഷ്ണ മുന്നേറുമ്പോൾ തോറ്റുപോകുന്നത് എൻഡോസൾഫാനും വിജയിക്കുന്നത് സൗറാബി എന്ന ഉമ്മയുമാണ്. സ്ഥലം ജപ്തി ഭീഷണിയിലായിട്ടും ഉമ്മയ്ക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, റിഷ്ണയെ ആവുന്നത്ര പഠിപ്പിക്കണം. എന്തെല്ലാം വേദനകളാണ് അമ്മമാർ ഉള്ളിലൊതുക്കുന്നത്. ശരിക്കും അമ്മ എന്ന വാക്കിനർത്ഥം നൽകുന്നത് ഇവിടത്തെ അമ്മമാരാണെന്ന് തോന്നിപ്പോകും. മനോരമ ഓൺലൈനിൽ വന്ന എൻഡോസൾഫാൻ ഗ്രാമങ്ങളിലെ അമ്മമാരുടെ സഹനത്തിന്റെ ആഴമറിയുന്ന ചില ജീവിതങ്ങളിലേക്ക് എന്ന പരമ്പരയിലെ ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ കേട്ടത്. എല്ലാവർക്കും നമസ്കാരം, ഞാൻ സനില. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന സെമിനാർ ടോപ്പിക്കും ഇത് തന്നെയാണ്, എൻഡോസൾഫാൻ ദുരന്തം. നമുക്ക് കിടക്കാം. കാസർഗോട്ടെ കശുമാവിൻ തോട്ടങ്ങളിൽ തളിച്ച എൻഡോസൾഫാനെ കുറിച്ചും അതുണ്ടാക്കിയ സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക പ്രശ്നങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ കേൾക്കാൻ പോകുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള മനോഹരമായൊരു ജില്ലയാണ് കാസർഗോഡ്. വളരെ വ്യത്യസ്തതയുടെ കാഴ്ചയാണ് കാസർഗോഡ് നമുക്ക് തരുന്നത്. ദശാബ്ദങ്ങൾക്ക് മുൻപ് മനുഷ്യനിർമ്മിതമായ കെടുതി സമ്മാനിച്ച ആഘാതവും ആ നാടിനെ ഇന്ന് വളരെ വ്യത്യസ്തമാക്കുന്നു. ജനിതക വൈകല്യങ്ങൾ ബാധിച്ച മക്കൾക്ക് ജാഗരൂകരായി കാവലിരിക്കുന്ന മാതാപിതാക്കൾ. 1963 കേരള അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് കാസർഗോട്ടെ പാദ്രെ മലനിരകളിൽ കശുമാവിൻ തൈകൾ നട്ടു. പശ്ചിമഘട്ടത്തിന്റെ സാന്നിധ്യം കാസർഗോട്ട് കൃഷിക്ക് അനുയോജ്യമാക്കുകയായിരുന്നു അവർ. കശുവണ്ടിക്ക് വിപണിയിൽ കിട്ടുന്ന വിലയും കയറ്റുമതിയിലൂടെ കിട്ടുന്ന വിദേശ നാണ്യ മൂല്യവുമായിരുന്നു ലക്ഷ്യം. പിന്നീട് കശുമാവ്
പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഏറ്റെടുത്തു. 15 പഞ്ചായത്തുകളിലായി 4696 ഹെക്ടർ പ്ലാന്റ്സുകൾ ഉണ്ടായിരുന്നു. ആഗോള ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി മെച്ചപ്പെട്ട വിത്തിനങ്ങളും വളങ്ങളും കീടനാശിനികളും ഇന്ത്യ നടപ്പിലാക്കി. കശുമാവിൻ തൈകളെ ആക്രമിച്ചിരുന്ന ഒരു പ്രത്യേക കീടാണുവായിരുന്നു ടീ മോസ്കിറ്റോ. എൻഡോസൾഫാൻ ഇവയ്ക്കെതിരെയുള്ള ഒറ്റമൂലിയായി വിലയിരുത്തപ്പെട്ടു. എക്സൽ ക്രോപ്പ് കെയർ, ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ് ലിമിറ്റഡ്, കോറോമാൻഡൽ ഫെർട്ടിലൈസേഴ്സ് എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന എൻഡോസൾഫാൻ നിർമ്മാതാക്കൾ. പലതരം ബ്രാൻഡുകളിൽ എൻഡോസൾഫാൻ വിപണിയിലെത്തി. കീടനിയന്ത്രണത്തിലെ അധിപനായിരുന്നു ഈ എൻഡോസൾഫാൻ. കാർഷിക രാജ്യമായ ഇന്ത്യയിൽ വൻ സ്വീകരണമായിരുന്നു എൻഡോസൾഫാന് കിട്ടിയത്. 1978 കേരളത്തിലെ കശുമാവിൻ തോട്ടങ്ങളിലെ കീടനിയന്ത്രണത്തിന് എൻഡോസൾഫാൻ ഉപയോഗിച്ചു തുടങ്ങി. വർഷത്തിൽ 3 തവണ വീതം തുടർച്ചയായി 20 വർഷമാണ് എൻഡോസൾഫാൻ പ്രയോഗിച്ചത്. എൻഡോസൾഫാനുമായി ഹെലികോപ്റ്ററുകൾ കശുമാവിൻ തോട്ടങ്ങൾക്ക് മുകളിലൂടെ പറന്നിറങ്ങി. 1984 പശുക്കളിലാണ് ആദ്യം ജനന വൈകല്യങ്ങൾ കണ്ടു തുടങ്ങിയത്. 1994 ഡോക്ടർ YS മോഹൻ കുമാറാണ് എൻഡോസൾഫാന്റെ തിക്തഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹം അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയായിരുന്നു. തന്നെ സമീപിച്ച രോഗികളിൽ കണ്ട ജനിതക വൈകല്യങ്ങളും മറ്റു ഗുരുതര രോഗങ്ങളും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കാസർഗോട്ടെ എൻമകജെ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്കിടയിൽ വളർച്ചക്കുറവ്, മാനസിക രോഗങ്ങൾ, ജനിതക വൈകല്യങ്ങൾ, അബോർഷൻ, ക്യാൻസർ എന്നിവ കണ്ടു തുടങ്ങി. എൻഡോസൾഫാൻ തന്നെയാണോ രോഗഹേതു എന്നറിയാൻ ഒരുപാട് പഠനങ്ങൾ നടത്തി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഡ്യൂബെ കമ്മീഷനും ഇതിൽ ഉൾപ്പെടുന്നു. ഓരോ പരിശോധനകളിലും രോഗബാധിത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ രക്തത്തിൽ എൻഡോസൾഫാന്റെ അളവ് വളരെ കൂടുതലാണെന്ന് കണ്ടെത്തി. എൻഡോസൾഫാൻ വളരെ വർഷങ്ങളോളം മണ്ണിൽ വിഘടിക്കാതെ കിടക്കുകയും തലമുറകളെ വേട്ടയാടുകയും ചെയ്യുമത്രേ. കശുമാവിൻ തോട്ടങ്ങളുടെ മുകളിലായി തളിക്കുന്ന എൻഡോസൾഫാൻ വായുവിലൂടെ സമീപത്തെ കിണറുകളിലും ജലാശയങ്ങളിലും എത്തി. മണ്ണിൽ വിഘടിക്കാതെ കിടക്കുന്ന എൻഡോസൾഫാൻ ആകട്ടെ മഴവെള്ളത്തിലൂടെ ജലാശയങ്ങളിൽ എത്തി. അങ്ങനെ ഈ വെള്ളം ഉപയോഗിക്കുന്ന വഴി എളുപ്പത്തിൽ മനുഷ്യ ശരീരത്തിൽ എൻഡോസൾഫാൻ കുടിയേറി. മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന എൻഡോസൾഫാൻ ജീവന്റെ കോഡ് ഭാഷയായ DNA തന്നെ മാറ്റിമറിച്ചു. ഫലമായിട്ടോ ജനിതക വൈകല്യങ്ങൾ പിറക്കാൻ തുടങ്ങി. കീടനാശിനി പ്രയോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പരിസ്ഥിതിയിൽ വന്ന മാറ്റങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. പൂമ്പാറ്റകൾ, മത്സ്യങ്ങൾ, പക്ഷികൾ എല്ലാം അപ്രത്യക്ഷമായിരുന്നു. ഏകദേശം 4000 ഹെക്ടർ തോട്ടങ്ങളിലാണ് വിഷമഴ പെയ്യിച്ചത്. സാധാരണ കണ്ടുവരുന്ന കാക്ക, മൈന, കാക്കത്തമ്പുരാട്ടി തുടങ്ങിയ ജീവജാലങ്ങളുടെ എണ്ണത്തിൽ വരെ കുറവുണ്ടായി. ഇനി എൻഡോസൾഫാനെ കുറിച്ച്. രാസപരമായി എൻഡോസൾഫാൻ ഒരു ഓർഗാനോ ക്ലോറിൻ സംയുക്തമാണ്. ഇത് മാനസിക വൈകല്യം, ജനിതക വൈകല്യം, ഹോർമോൺ തകരാറുകൾ ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തി. പക്ഷേ നിരോധനം വൈകുകയായിരുന്നു. അപ്പോഴേക്കും ഗർഭപാത്രത്തിൽ വളരുന്ന ഇരകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. കേരളത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ സമരങ്ങൾ ആരംഭിച്ചു. മേധാ പട്കറും അരുന്ധതി റോയും ഒക്കെ ഇതിന് ഒരുപാട് പിന്തുണ നൽകിയിട്ടുള്ളവരാണ്. കാസർഗോട്ടെ ലീലാകുമാരി അമ്മയും ശ്രീപാദ്രയും ഒക്കെ ഈ സമരത്തിന് നേതൃത്വം വഹിച്ചു. അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങൾ എൻഡോസൾഫാൻ നിരോധിച്ചിട്ടും ഇന്ത്യ നിരോധിച്ചില്ല. അതിന് കാരണം ഇന്ത്യ പറഞ്ഞത് എൻഡോസൾഫാൻ വളരെ മൈൽഡ് ആയിട്ടുള്ള രാസകീടനാശിനി ആയിരുന്നു എന്നത് തന്നെയാണ്. പെട്ടെന്നുള്ള ഒരു നിരോധനം അവരുടെ നാണ്യമൂല്യങ്ങളിൽ ഇടിവ് വരുത്തും എന്നതായിരുന്നു. വർഷങ്ങൾ നീണ്ട സമരത്തിന്റെ ഭാഗമായി 2000 ജില്ലാ കോടതി കാസർഗോട്ട് എൻഡോസൾഫാൻ നിരോധിച്ചു. 2003 കേരളത്തിലുടനീളം എൻഡോസൾഫാൻ നിരോധിച്ചു. വീണ്ടും സമരങ്ങളുടെ ഭാഗമായി 2011 രാജ്യത്തിലുടനീളം എൻഡോസൾഫാൻ നിരോധിക്കുകയുണ്ടായി. കൺക്ലൂഷനിലേക്ക്. കാസർഗോഡ് ജില്ലയിൽ എൻഡോസൾഫാൻ വിമാനമാർഗം സ്പ്രേ ചെയ്തത് കാരണം ഈ പ്രദേശത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് കുട്ടികൾ, ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇരയായി. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക ദുരന്തങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. എല്ലാവർക്കും നന്ദി. ഇത്രയുമാണ് എനിക്ക് എൻഡോസൾഫാനെ കുറിച്ച് സെമിനാറിൽ പറയാനുള്ളത്. താങ്ക് യു എവരിവൺ.
നന്നായിട്ട് എടുത്തു കേട്ടാ. നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ താങ്ക് യു മാം. കേൾക്കുമ്പോൾ വിഷമാണ് വരുന്നത് അല്ലേ? സത്യം മാം, ഞാനിത് വായിച്ചപ്പോഴേ അയ്യോ ഞാൻ തന്നെ ഈ ടോപ്പിക് എടുത്തല്ലോ എന്നായിപ്പോയി. കാരണം എനിക്ക് ഭയങ്കര, ഞാൻ ഒരുപാട് വീഡിയോസും ഒരുപാട് ഇങ്ങനെ ലേഖനങ്ങൾ വായിച്ചു. ഭയങ്കര സങ്കടമായിപ്പോയി. ആ കുഞ്ഞിന്റെ പടമാണ് ഫസ്റ്റ് എൻഡോസൾഫാൻ എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് കണ്ണിലേക്ക് വന്നത് തന്നെ ആ ഒരു കുഞ്ഞിന്റെ പടമാണ്. അത് തന്നെ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. ആ ടോപ്പിക്ക് നമുക്ക് സങ്കടമായി. നമ്മൾ ആ ഒരു വിഷമത്തിലൂടെ ശരിക്കും പറഞ്ഞാൽ ഓരോ കുഞ്ഞു മക്കൾ അതിന്റെ കഷ്ടപ്പാടും കാര്യങ്ങളും അനുഭവിച്ചിരിക്കണെന്ന് അറിയാമോ? സോ എന്താണ് ഇത് കാരണം, അല്ലെങ്കിൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് കാരണം ഒരുപാട് കുട്ടികൾക്ക് വൈകല്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ജസ്റ്റ് ആ ഒരു മൾട്ടിനാഷണൽ കോർപ്പറേഷന്റെ ഒരു ഇത് കാരണം, എന്താണ് പറയാ, നീചമായിട്ടുള്ള ഒരു പ്രവൃത്തി കാരണമാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കുഞ്ഞു മക്കൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്. ഇതിന്റെ സൈഡ് എഫക്ട് ഇന്നും അനുഭവിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പൂർണ്ണമായിട്ടും അവിടെ നിന്നും മാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. പലരും ഉണ്ട് ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾക്ക് ചെറിയ രീതിയിലെങ്കിലും ജനിത വൈകല്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നാ പറയണേ. ഒരു ഗ്രാമത്തിൽ നിന്ന് ആരും കല്യാണം കഴിക്കാതെ വരുന്ന സിറ്റുവേഷൻ, അവിടുന്ന് കല്യാണം കഴിച്ച് പോകുന്ന സ്ത്രീകൾക്ക് ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങളാണെന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമം തന്നെ ആൾക്കാര് എന്താ പറയാ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ. ഇതെല്ലാം അവിടെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പോ എല്ലാവർക്കും എൻഡോസൾഫാനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രഞ്ജിനി അനിൽകുമാർ. യെസ് മാം. സനില അവതരിപ്പിച്ചത് കണ്ടപ്പോ എനിക്കൊന്നും പിന്നെ പറയാനില്ലാത്ത അവസ്ഥയെ, എങ്കിലും ഞാൻ പറയാം മാം. ഓക്കേടാ. എന്റെ പേര് രഞ്ജിനി. എൻഡോസൾഫാൻ ദുരന്തം. എൻഡോസൾഫാൻ എന്ന കീടനാശിനി ഉപയോഗിച്ചതിനെ തുടർന്ന് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങളുടെ പരമ്പരയാണ് കേരളത്തിലെ എൻഡോസൾഫാൻ ദുരന്തം. ടി മോസ്കിറ്റോ ബഗ് പോലുള്ള കീടങ്ങളെ നിയന്ത്രിക്കുന്നതിനായി കാസർഗോഡ് ജില്ലയിലെ കശുമാവിൻ തോട്ടങ്ങളിൽ എൻഡോസൾഫാൻ ആകാശത്തു നിന്ന് തളിക്കപ്പെട്ടു. ഈ കീടനാശിനി പ്രയോഗിച്ചതിന് ശേഷം ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആളുകളിൽ ശാരീരികവും ജനിതകവുമായ പ്രശ്നങ്ങൾ ബാധിച്ചതായി കണ്ടെത്തി. എൻഡോസൾഫാൻ തളിച്ചതിന്റെ ഫലമായി ജനന വൈകല്യങ്ങൾ, ശാരീരിക വൈകല്യങ്ങൾ, മാനസിക വൈകല്യങ്ങൾ എന്നിങ്ങനെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ജില്ലയിലെ 11 പഞ്ചായത്തുകളിലെ ജനങ്ങളിൽ പ്രകടമായിരുന്നു. ഇത് ഈ പ്രദേശത്തെ ജൈവ വൈവിധ്യത്തെയും ബാധിച്ചു. ഹരിത വിപ്ലവത്തിന്റെ ഉപോൽപ്പന്നമാണ് തീവ്ര വിഷാംശമുള്ള രാസ കീടനാശിനികളുടെയും കളനാശിനികളുടെയും അമിതമായ ഉപയോഗം. അക്കൂട്ടത്തിലുള്ള രാസ കീടനാശിനിയാണ് എൻഡോസൾഫാൻ. 1950കളിലാണ് എൻഡോസൾഫാൻ വികസിപ്പിച്ചെടുക്കുന്നത്. 1954ഓടെ യുണൈറ്റഡ് സ്റ്റേറ്റിൽ എൻഡോസൾഫാൻ ഉപയോഗിച്ചു തുടങ്ങി. 1976 കാസർഗോട്ടെ പാട്രെ വില്ലേജിലെ കശുമാവിൻ തോട്ടത്തിൽ എൻഡോസൾഫാന്റെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള തളിക്കൽ തുടങ്ങി. 1978 ഈ കശുമാവിൻ തോട്ടങ്ങൾ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരള ഏറ്റെടുത്തു. 1981 ആയപ്പോഴേക്കും ഹെലികോപ്റ്റർ വഴി എൻഡോസൾഫാൻ സ്പ്രേ ചെയ്യുകയും വർഷത്തിൽ 2-3 തവണ ഇത് തുടരുകയും ചെയ്തു. കുറച്ചു വർഷങ്ങൾക്ക് ശേഷം സമീപ പ്രദേശങ്ങളിലെ കന്നുകാലികളിൽ വികലമായ പശുക്കിടാങ്ങൾ ജനിക്കുവാൻ തുടങ്ങി. ഇവിടങ്ങളിൽ നിന്നും തവളകൾ, തേനീച്ചകൾ, മത്സ്യങ്ങൾ എന്നിവ അപ്രത്യക്ഷമായി. പ്രദേശത്തെ നിരവധി കുട്ടികളിലും 25 വയസ്സിന് താഴെ പ്രായമുള്ള നിരവധി ആളുകൾക്കും പലതരത്തിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. അവിടെ ജനിക്കുന്ന കുട്ടികൾ തല വലുതായും കാലുകൾ പിണഞ്ഞതുമായ കുട്ടികൾ ജനിച്ചു. ഈ പ്രശ്നത്തെ തിരിച്ചറിഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്നത് ഡോക്ടർ YS മോഹനകുമാറാണ്. കാസർഗോഡിന്റെ ഉൾപ്രദേശത്തു നിന്നും അസ്വാഭാവിക രോഗങ്ങളുമായി തന്റെ ക്ലിനിക്കിലേക്ക് രോഗികൾ എത്തിയതിനെ തുടർന്നാണ് എൻഡോസൾഫാൻ തളിച്ചതിന്റെ പ്രത്യാഘാതം ഡോക്ടർ YS മോഹനകുമാർ തിരിച്ചറിഞ്ഞത്. 2000 ജനവാഹിനി എന്ന കന്നഡ പത്രത്തിൽ ഈ പ്രശ്നം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. പിന്നീട്
മലയാളം പത്രങ്ങളിലും വാർത്തകൾ വന്നു തുടങ്ങി. 2001 ഡൽഹി കേന്ദ്രമായ സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെന്റ് നടത്തിയ പഠനത്തിൽ മണ്ണിലും വെള്ളത്തിലും മനുഷ്യരക്തത്തിലും മുലപ്പാലിലും പോലും ഉയർന്ന അളവിൽ എൻഡോസൾഫാന്റെ സാന്നിധ്യം കണ്ടെത്തുകയും അവരുടെ ഡൗൺ ടു എർത്ത് മാസികയിൽ പ്രസിദ്ധീകരിച്ച കാസർഗോഡ് ഗ്രാമങ്ങളിലെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള ലേഖനം ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്തു. ആദ്യഘട്ടത്തിൽ സാധാരണക്കാരായ മനുഷ്യരാണ് എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിൽ അണിചേർന്നത്. അക്കൂട്ടത്തിൽ കൃഷി വകുപ്പിൽ നിന്നും അഗ്രികൾച്ചർ അസിസ്റ്റന്റായി വിരമിച്ച ലീലാകുമാരി അമ്മയാണ് 2001 കോടതിയെ സമീപിക്കുകയും ആകാശത്തു നിന്നുള്ള മരുന്നു തളിക്കൽ താൽക്കാലിക നിരോധനം നേടിയെടുക്കുകയും ചെയ്തത്. 2003 ഹൈക്കോടതി ഈ വിധി ശരിവെക്കുകയും എൻഡോസൾഫാൻ ഉപയോഗം സ്ഥിര നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തു. 2006 മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഭരണകൂടത്തിന്റെ ആണെന്ന് പ്രഖ്യാപിച്ചു. ആയിരക്കണക്കിന് ആളുകളാണ് മാനസികവും ശാരീരികവുമായ വൈകല്യങ്ങൾ ബാധിച്ച് കീടനാശിനിക്ക് ഇരകളാക്കപ്പെട്ടത്. 2011 ഏപ്രിലിൽ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് റിവ്യൂ കമ്മിറ്റി എൻഡോസൾഫാൻ തന്മാത്രയെ സ്ഥിരമായ ജൈവ മലിനീകരണം ഉണ്ടാക്കുന്ന തന്മാത്ര ആയി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിൽ സംഭവിച്ച ആരോഗ്യ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ സംഘടനകൾ ആരംഭിച്ച പ്രചാരമാണ് ഈ പ്രഖ്യാപനത്തിന് ഒരു കാരണം. 2011 സുപ്രീം കോടതി എൻഡോസൾഫാൻ രാജ്യത്താകെ നിരോധിച്ചു. എന്നാൽ ചില പഠനങ്ങൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് എൻഡോസൾഫാൻ നേരിട്ട് കാരണമായി എന്ന് പൂർണ്ണമായി സ്ഥാപിച്ചിട്ടില്ല. സംഭവത്തിന്റെ വിശദാംശങ്ങൾ ചുരുക്കത്തിൽ: ഉപയോഗം: കാസർഗോഡ് ജില്ലയിലെ കശുമാവിൻ തോട്ടങ്ങളിൽ ടീ മൊസ്കിറ്റോ ബഗ് പോലുള്ള കീടങ്ങളെ നിയന്ത്രിക്കാൻ എൻഡോസൾഫാൻ വിമാനമാർഗം തളിച്ചു. ആരോഗ്യ പ്രശ്നങ്ങൾ: ഇതിന്റെ ഫലമായി സമീപ പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജനന വൈകല്യങ്ങൾ, ശാരീരിക മാനസിക തകരാറുകൾ, ഹോർമോൺ പ്രശ്നങ്ങൾ തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നിരോധനം: 2011 സുപ്രീം കോടതി രാജ്യത്ത് എൻഡോസൾഫാന്റെ ഉൽപാദനവും വിൽപ്പനയും നിരോധിച്ചു. ഇതിന്റെ വാദപ്രതിവാദം: ചില പഠനങ്ങളും റിപ്പോർട്ടുകളും എൻഡോസൾഫാൻ ഉപയോഗവും ആരോഗ്യ പ്രശ്നങ്ങളും തമ്മിൽ ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ മറ്റു ചില പഠനങ്ങൾ ഈ ബന്ധത്തെ ചോദ്യം ചെയ്യുന്നുമുണ്ട്. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ, നന്നായിട്ട് എടുത്തു കേട്ടോ രചനയെ. താങ്ക് യു മാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസാസ്റ്റർ ഭോപ്പാൽ ആണ്. ഭോപ്പാൽ ദുരന്തം ആർക്കായിരുന്നു? വിസ്മയ റെഡിയാണോ അവിടെ? റെഡിയാണ്. ഓക്കെ മാം. ഭോപ്പാൽ ദുരന്തം. അമേരിക്കൻ രാസവ്യവസായ ഭീമനായ യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ ഇന്ത്യയിലെ ഭോപ്പാലിൽ ഉണ്ടായിരുന്ന കീടനാശിനി നിർമ്മാണശാലയിലുണ്ടായ വ്യാവസായിക ദുരന്തമാണ് ഭോപ്പാൽ ദുരന്തം എന്നറിയപ്പെടുന്നത്. പ്രവർത്തനം ആരംഭിച്ച് 8ാമത്തെ വർഷം, അതായത് 1984 ഡിസംബർ 2-ന് 42 ടൺ മീഥൈൽ ഐസോസൈനേറ്റ് ശേഖരിച്ച ടാങ്കിൽ വെള്ളം കയറുകയും പിന്നീട് നടന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ടാങ്കിനുള്ളിലെ താപനില 200 സെൽഷ്യസിന് മുകളിലെത്തുകയും ചെയ്തു. ഫോസ്ജിൻ, ഹൈഡ്രജൻ സയനൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ എന്നീ വിഷവാതകങ്ങളും മീഥൈൻ ഐസോസൈനേറ്റും അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു. കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് വാതകം ഭോപ്പാൽ നഗരത്തിലുടനീളം അലയടിക്കുകയും അതുപോലെ 16,000-നും 30,000-നും ഇടയിൽ ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. 2 ലക്ഷത്തിൽ പരം ആൾക്കാരെ നിത്യരോഗികളാക്കിയ ഈ ദുരന്തം വിട്ടുമാറാത്ത ചുമ, അതുപോലെ കാഴ്ച തടസ്സം, കുട്ടികളിലെ തിമിരം, ക്യാൻസർ, തളർച്ച, വിഷാദം, പനി എന്നിവ ജീവിച്ചിരിക്കുന്നവർക്ക് നൽകി. ദുരന്തത്തിന്റെ പരിണിത ഫലങ്ങൾ ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. ഭോപ്പാൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ മധ്യപ്രദേശിലുള്ള ഒരു സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും ദാരുണമായ വ്യാവസായിക ദുരന്തമായിട്ടാണ് ഭോപ്പാൽ ദുരന്തം
ഇന്നും കണക്കാക്കപ്പെടുന്നത്. ഗ്ലോബൽ ടോക്സിക് ഹോട്ട്സ്പോട്ട് എന്നാണ് ഗ്രീൻ പീസ് പ്രസ്ഥാനം ഭോപ്പാലിനെ വിളിക്കുന്നത്. ഭോപ്പാൽ ദുരന്തം മൂലം രോഗികളായി തീർന്നവരെ ചികിത്സിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര മെഡിക്കൽ കമ്മീഷൻ 1993 നിലവിൽ വന്നത്. 2010 ജൂണിൽ മുൻ USIL ചെയർമാൻ വാറൻ ആൻഡേഴ്സൺ അടക്കം 7 ജോലിക്കാരെ കുറ്റവാളികളാക്കി കോടതി പ്രഖ്യാപിച്ചു. ഈ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ മൂലമാണ് നിരവധി പേർ മരിക്കാനിടയായതെന്നാണ് കോടതി ഉത്തരവുന്നത്. പിന്നെ അതുപോലെ 2 വർഷം തടവും ഇവർക്ക് 2 വർഷം തടവും $200 പിഴയും ആ കാലയളവിൽ കോടതി നൽകിയിരുന്നു. ദുരന്ത സ്ഥലത്തെ വിഷാവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള നടപടികൾ 40 വർഷത്തിന് ശേഷമാണ് ആരംഭിച്ചത്. കൂടാതെ ഈ ദുരന്തം ലോകമെമ്പാടുമുള്ള വ്യാവസായിക സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയതായിട്ട് ആണ് പറയപ്പെടുന്നത്. ഇന്നും ഈ മധ്യപ്രദേശിലെ ഭോപ്പാലില് ഈ ഒരു വിഷാവശിഷ്ടങ്ങൾ നിലനിൽക്കുന്നു എന്നും അതിന്റെ ഒരു പൂർണ്ണമായ വളർച്ച, ആ നഗരത്തിന്റെ ഒരു പൂർണ്ണമായ വളർച്ച ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഇത്രയായിരുന്നു. എനിക്ക് നല്ല രീതിയിലൊന്നും പ്രസന്റ് ചെയ്യാനും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ മാഡം. കുഴപ്പമില്ല. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു. ശിൽപ. യെസ് മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഭോപ്പാൽ ദുരന്തം. അമേരിക്കൻ രാസവ്യവസായ ഭീമനായ യുണൈറ്റഡ് കാർബൈഡ് കമ്പനിയുടെ ഇന്ത്യയിലെ ഭോപ്പാലിൽ ഉണ്ടായിരുന്ന കീടനാശിനി നിർമ്മാണശാലയിലുണ്ടായിരുന്ന വ്യാവസായിക ദുരന്തത്തെ ഭോപ്പാൽ ദുരന്തം എന്നറിയപ്പെട്ടു. പ്രവർത്തനം ആരംഭിച്ച് 8ാമത്തെ വർഷം 1984 ഡിസംബർ 2-ന് 40 ടൺ മീഥൈൽ ഐസോസിനേറ്റ് ശേഖരിച്ച ടാങ്കിൽ വെള്ളം കയറുകയും പിന്നീട് നടന്ന രാസപ്രവർത്തനങ്ങളുടെ ഫലമായി ടാങ്കിനുള്ളിലെ താപനില 200 ഡിഗ്രി സെൽഷ്യസ് മുകളിലെത്തുകയും ചെയ്തു. ഫോസ്ജിൻ ഹൈഡ്രജൻ സയനൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഓക്സൈഡുകൾ എന്നീ വിഷവാതക മിശ്രങ്ങളും മീഥൈൽ ഐസോസൈനേറ്റ് അന്തരീക്ഷത്തിലേക്ക് വ്യാപിച്ചു. കാറ്റിന്റെ ദിശയ്ക്കനുസരിച്ച് വാതകം നഗരത്തിലുടനീളം അലയടിക്കുകയും 30,000 ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. 2 ലക്ഷത്തിൽ പരം ആളുകൾ നിത്യരോഗികളായി മാറി. ദുരന്തത്തിന്റെ പരിണിത ഫലങ്ങൾ ശ്വാസകോശ രോഗങ്ങൾ, അർബുദം, അന്ധത, വിട്ടുമാറാത്ത ചുമ എന്നീ രോഗങ്ങൾക്ക് അടിമകളാക്കി. ഇപ്പോഴും ഇതിന്റെ അനന്തര ഫലങ്ങൾ അലയടിക്കുന്നു. 5 ലക്ഷത്തിലധികം മനുഷ്യരെ ഇത് ബാധിക്കുകയുണ്ടായി. ലോകത്തിലെ ഏറ്റവും ദാരുണമായ വ്യാവസായിക ദുരന്തമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഭോപ്പാൽ ദുരന്തം മൂലം രോഗികളായി തീർന്നവരെ ചികിത്സിക്കുന്നതിനായി അന്താരാഷ്ട്ര മെഡിക്കൽ കമ്മീഷൻ 1993 നിലവിൽ വന്നു. 2010 ജൂണിൽ മുൻ USIL ചെയർമാൻ വാറൻ ആൻഡേഴ്സ് അടക്കം 7 ജോലിക്കാരെ കുറ്റവാളികളായി കോടതി പ്രഖ്യാപിച്ചു. ഈ ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ മൂലമാണ് നിരവധി പേർ മരിക്കാനിടയായത് എന്നതിനാൽ ഇവർക്ക് കോടതി 2 വർഷം തടവും $20,000 പിഴയും ചുമത്തുകയുണ്ടായി. 8ാമത്തെ ഒരു മുൻ തൊഴിലാളി കൂടി കുറ്റവാളിയായി വിധിക്കപ്പെട്ടെങ്കിലും വിധി തീർപ്പ് വരുത്തുന്നതിന് മുൻപ് അദ്ദേഹം മരണപ്പെട്ടിരുന്നു. ഞാൻ അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. ഇത്രയാണോ പ്രിപ്പയർ ചെയ്തിരിക്കണേ? ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോ എല്ലാവരും ഭോപ്പാൽ ദുരന്തത്തെ കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഹെലൻ കെല്ലറെ കുറിച്ച് ആരാ പറഞ്ഞിരിക്കണേ, പറയാന്ന് പറഞ്ഞത്? അഞ്ജന. ഗുഡ് മോർണിംഗ്. പ്രിപ്പയർഡ് ആണോ കേട്ടോ? അതെ. Good morning everyone. I am Anjana. Today is our class seminar presentation and I am taking a class here on Helen Keller, an American author. We all know who was Helen Keller. നമുക്ക് എല്ലാവർക്കും അറിയാം ഹെലൻ കെല്ലർ ആരാണെന്ന്. It's a name we know even if we don't know who it is. ഇപ്പം ഹെലൻ കെല്ലർ ആരാണെന്ന് അറിയില്ലെങ്കിൽ ആ ഒരു പേരെങ്കിലും നമ്മൾക്ക് എല്ലാവർക്കും പരിചയമായിരിക്കുമല്ലോ. So let's start by saying a powerful thought by Helen Keller. ഹെലൻ കെല്ലറിന്റെ ഒരു പവർഫുൾ തോട്ട് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
The only thing worse than being blind is having sight but no vision. അതായത് അന്ധനേക്കാൾ മോശമായ ഒരേ ഒരു കാര്യം കാഴ്ചയുണ്ടെങ്കിലും കാഴ്ചയില്ല എന്നതാണ്. നമ്മൾക്ക് ഉള്ള ഒരു വൈകല്യം അതായിരിക്കും അല്ലേ? കാഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ പലതും കാണുന്നില്ല. കേൾവിശക്തി ഉണ്ടെങ്കിലും പലതും നമ്മൾ കേൾക്കുന്നില്ല. സംസാരിക്കാൻ ഉള്ള ശേഷി ഉണ്ടെങ്കിലും പലതും നമ്മൾ പറയുന്നില്ല. അത് നമ്മുടെ ഒരു വൈകല്യം ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഹെലൻ കെല്ലർ ആരാണ് എന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാം, എന്നിട്ട് നമുക്ക് ഡീപ്പായിട്ട് പറയാം. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ തോൽപ്പിച്ച ഒരു ഇംഗ്ലീഷ് വനിതയാണ് ഹെലൻ ആദംസ് കെല്ലർ. 19 മാസം മാത്രം പ്രായമുള്ളപ്പോൾ കാഴ്ചശക്തിയും കേൾവിശക്തിയും നഷ്ടപ്പെട്ട അവർ സ്വപ്രയത്നം കൊണ്ട് സാഹിത്യം, സാമൂഹ്യ പ്രവർത്തനം, അധ്യാപനം എന്നീ രംഗങ്ങളിൽ കഴിവ് തെളിയിച്ചു. ഇതാണ് ഹെലൻ കെല്ലറുടെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്. അവർക്ക് അങ്ങനൊരു വൈകല്യം ഉണ്ടായിരുന്നു എങ്കിലും അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ ഫലമായിട്ട് അവർ നേടിയെടുത്ത ഒരു സംഭവമാണ്. അവരൊരു അധ്യാപകയായി സാഹിത്യ പ്രവർത്തനത്തിലും മുന്നേറി, അങ്ങനെ പല കാര്യങ്ങളും അവർ നേടിയെടുത്തു. അവരുടെ ആ പരിമിതികൾ കൊണ്ട് തന്നെ അവർ നേടിയെടുത്തു. ഹെലൻ കെല്ലറുടെ കുട്ടിക്കാലത്തെ പറ്റി പറയുകയാണെങ്കിൽ 1880 ജൂൺ 27 അമേരിക്കയിലെ വടക്കൻ അലബാമയിലെ ഒരു ചെറു നഗരത്തിലാണ് ഹെലൻ കെല്ലറുടെ ജനനം. അച്ഛൻ ആർതർ എച്ച് കെല്ലർ ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ കെയ്റ്റ് ആദംസ്, അവർ ഒരു വീട്ടമ്മയും. 19 മാസം വരെ ഹെലൻ നമ്മളെ പോലെയൊക്കെ ഉള്ള ഒരു നല്ല ആരോഗ്യമുള്ള ഒരു കുട്ടിയായിരുന്നു, ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ അവർക്ക് ഒരു പനി ബാധിച്ച് അത് കൂടി മസ്തിഷ്ക ജ്വരമായി മാറി. അത് പിന്നെ അവരുടെ കണ്ണിനെ ബാധിച്ചു. അങ്ങനെ അവർക്ക് അംഗവൈകല്യമായി. അവര് അന്ധതയും ബധിരതയുമായി മാറാൻ കാരണമായത് ആ ഒരു രോഗമായിരുന്നു. കുഞ്ഞ് മരിച്ചു പോകുമെന്ന് വരെയാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നെങ്കിലും പക്ഷേ അവരുടെ ഒരു ആത്മവിശ്വാസവും അവരെ പിന്തുണയ്ക്കാനുണ്ടായിരുന്ന വീട്ടുകാരുടെ ഒരു ധൈര്യവും കാരണം അവര് ജീവിതത്തിൽ നല്ല നല്ല ലക്ഷ്യങ്ങൾ നേടിയെടുത്തു. ഹെലൻ കെല്ലറുടെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുകയാണെങ്കിൽ, കുട്ടിക്കാലത്ത് ഹെലന് തന്നിലുണ്ടായിരുന്ന വൈകല്യങ്ങളെ കുറിച്ച് അറിയില്ലായിരുന്നു. പതിയെ അവർക്ക് മനസ്സിലായി മറ്റുള്ളവർക്കുള്ള കഴിവുകളിൽ നിന്ന് തനിക്ക് എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന്. അക്കാലത്ത് ചാൾസ് ഡിക്കൻസ് എഴുതിയ അമേരിക്കൻ നോട്ട്സ് എന്ന പുസ്തകത്തിലെ ബധിരയായ പെൺകുട്ടിയുടെ പോരാട്ടങ്ങളുടെ കഥ എന്ന ഒരു പുസ്തകം ഹെലൻ കെല്ലറുടെ അമ്മ വായിക്കുകയുണ്ടായി. അതുവഴി അവർക്കൊരു ആത്മവിശ്വാസവും ഉണ്ടായി, തൻ്റെ കുട്ടിയെയും തനിക്ക് അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. അങ്ങനെ അവർ ഹെലൻ കെല്ലറിന് അവരുടെ മകൾക്ക് വിദ്യാഭ്യാസം നൽകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 1887 മാർച്ച് 3 ആനി സള്ളിവൻ എന്ന അധ്യാപിക ഹെലനെ പഠിപ്പിക്കാനായിട്ട് വന്നു. ഹെലൻ കൊച്ചിലെ എല്ലാ കുട്ടികളും കുട്ടിക്കാലത്ത് കുരുത്തക്കേടും കുസൃതികളും ഉള്ള കുട്ടികളായിരിക്കും. ഹെലനും അതുപോലെ തന്നെ ആയിരുന്നു. പക്ഷെ വൈകല്യങ്ങൾ ഉണ്ടെന്നും ഒന്നും ഹെലന് അത്രയും അറിവില്ലായിരുന്നു. കുട്ടിക്കാലത്ത് വളരെ ദേഷ്യക്കാരിയും കുസൃതിയുമായിരുന്ന ഹെലനെ പഠിപ്പിക്കാൻ അവർക്ക് കുറേയേറെ പാടുപെടേണ്ടതായിട്ട് വന്നു. ഒരു ദിവസം രാവിലെ ഒരു പാവയുമായി ഹെലന്റെ അടുത്തെത്തിയ ആനി എന്ന് പറയുന്നത് അവിടെ അധ്യാപികയായിട്ട് വന്ന ആളാണ്. ഹെലന് ഒരു പാവ നൽകിയ ശേഷം അവളുടെ കയ്യിൽ DOLL എന്നെഴുതി. വിരലുകൾ കൊണ്ടുള്ള ആ കളിയിൽ, അതായത് ഡോൾ എന്ന് എഴുതി കൊടുത്തു, സ്പെല്ലിങ്ങിൽ DOLL എന്ന് വിരലുകൾ കൊണ്ട് എഴുതി കൊടുത്തു. അതൊരു കളിയായിട്ട് ഹെലൻ കെല്ലർ വിചാരിച്ചു. ആ കളി ഇഷ്ടം തോന്നി. അതിങ്ങനെ വീണ്ടും ആവർത്തിക്കാൻ തുടങ്ങി. വീണ്ടും DOLL എന്നെഴുതി. അങ്ങനെ ആ ഒരു വാക്ക് പഠിച്ചെടുത്തു. അങ്ങനെ 1 വർഷം നീണ്ട പരിശീലനത്തിന് ശേഷം ഏകദേശം നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കുറെ അധികം വസ്തുക്കളെ കുറിച്ചും വസ്തുക്കളുടെ പേരും എല്ലാം തന്നെ അവര് മനഃപ്പാഠമാക്കി.
പിന്നീട് ബ്രെയിലി ലിപി വശത്താക്കി. ബ്രെയിലി ലിപിയെ പറ്റി നമ്മൾ എനിക്കൊന്ന് കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് 14-ാം വയസ്സിൽ അവർ കേംബ്രിഡ്ജിലെ പെൺകുട്ടികൾക്കുള്ള സ്കൂളിൽ ചേർന്നു. ആനിയുടെ സഹായത്തോടെ, അതായത് ടീച്ചറിന്റെ സഹായത്തോടെ കയ്യിലെഴുതിയും പുസ്തകങ്ങൾ ബ്രെയിലി ലിപിയിലാക്കിയും ചരിത്രം, ഫ്രഞ്ച്, ജർമ്മൻ, ലാറ്റിൻ, ഇംഗ്ലീഷ്, ഗണിതം എന്നിവയിൽ പ്രാവീണ്യം നേടി. 24-ാം വയസ്സിൽ അവർക്ക് ബിരുദവും ലഭിച്ചു. ഇപ്പം ഈ ഹെലൻ കെല്ലർ ഉപയോഗിച്ചിരുന്ന ഒരു ആശയ വിനിമയം എന്ന് പറയുന്നത് ഈ കയ്യിൽ എഴുതി, ആദ്യമേ ആ ടീച്ചർ പഠിപ്പിച്ച ആ ഒരു രീതിയായിരുന്നു. സ്പെല്ലിങ് ഇങ്ങനെ കയ്യിൽ എഴുതി അത് ഒരു കളി പോലെ ആക്കി അങ്ങനെ പഠിച്ചവർ. പിന്നെ എഴുത്തായിരുന്നു മറ്റൊരു ആശയവിനിമയമായിട്ട് ഹെലൻ കെല്ലർ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ആനിയിലൂടെ, അതായത് ആ ടീച്ചറിലൂടെ, ടീച്ചർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം, അവർക്ക് കാഴ്ചശക്തി ഇല്ല, ഒന്നുമില്ല. അപ്പൊ ടീച്ചർ പറയുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അവർ അതിനെപ്പറ്റി വിശദമായിട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെ 10 വയസ്സ് മുതൽ തന്നെ ഹെലൻ എന്ത് ചെയ്തു, കഥകളൊക്കെ എഴുതാൻ തുടങ്ങി. അതും വളരെ ലളിതമായിട്ടുള്ള ഭാഷകളിൽ തന്നെ എഴുതി തുടങ്ങി. ഇതിനെല്ലാം സഹായിച്ചത് അവരുടെ അധ്യാപിക എല്ലാത്തിനും അവർക്കൊരു താങ്ങായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരുപാട് ഉയരങ്ങളിലേക്ക് കടന്നെത്തി. അങ്ങനെ രാഷ്ട്രീയത്തിലെത്തി. രാഷ്ട്രീയത്തില് അവര് വികലാംഗ ക്ഷേമത്തിനായിട്ട് ഹെലൻ കെല്ലർ അന്താരാഷ്ട്ര സംഘടന എന്നൊരു സംഘടന രൂപീകരിച്ചു. അത് പ്രത്യേകിച്ചും സ്ത്രീകൾക്കും ശാരീരിക അവശത അനുഭവിക്കുന്നവർക്കും വേണ്ടിയിട്ട് ഉള്ളൊരു സംഘടനയായിരുന്നു. പിന്നീട് വീണ്ടും ഹെലൻ കെല്ലറിന് അസുഖം മൂർച്ഛിച്ചു വരികയും അതോടെ പൂർണ്ണമായിട്ടും അവരുടെ ആശയവിനിമയ ശേഷി നഷ്ടപ്പെടുകയും അങ്ങനെ 1968 ജൂണിൽ അവർ 87-ാം വയസ്സിൽ മരണപ്പെടുകയും ചെയ്തു. ഹെലൻ കെല്ലറിന്റെ ഒരു ജീവിത കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മവിശ്വാസത്തിന്റെ, ദൃഢനിശ്ചയത്തിന്റെ, കഠിനാധ്വാനത്തിന്റെ പ്രതിനിധിയായി വളർന്ന ആ വനിത ഇപ്പോഴും അംഗവൈകല്യമുള്ള അനേകർക്ക്, ഒരുപാട് പേർക്ക് പ്രത്യാശയായിട്ട് ഇന്നും എല്ലാവരുടെയും മനസ്സുകളിൽ ജീവിക്കുന്നു. ഓക്കെ, താങ്ക് യു. നന്നായിരുന്നു കേട്ടോ അഞ്ജന. താങ്ക് യു മിസ്. അർച്ചന. അർച്ചന ഒരു മിനിറ്റ് കേട്ടോ. ഇന്നില്ല കേട്ടോ, ആബ്സെന്റ് ആണ് അർച്ചന. ഓക്കെ മാം എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു, പക്ഷെ ഞാനൊന്ന് ചെറുതായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. പറഞ്ഞോട്ടെ മാം. കുറിച്ചിട്ടാണോ? എന്തോ മാം? ആരെ കുറിച്ചാടാ? ഹെലൻ കെല്ലർ. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. ഗുഡ് മോർണിംഗ് മിസ് ആൻഡ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. കഠിനാധ്വാനവും ആത്മവിശ്വാസവും കൊണ്ട് സ്വന്തം വൈകല്യങ്ങളെ തോൽപ്പിച്ച ഹെലൻ കെല്ലറെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ആസ്വദിക്കാൻ കണ്ണോ കയ്യോ വേണ്ട, ഹൃദയം മതി എന്ന പ്രശസ്തമായ വാക്കുകൾ ഹെലൻ കെല്ലറുടേതാണ്. ശബ്ദവും വെളിച്ചവും നഷ്ടപ്പെട്ട തന്റെ ലോകത്തെ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ആയിരങ്ങൾക്ക് പ്രചോദകമായി മാറിയ ഹെലൻ കെല്ലർ എന്ന പ്രതിഭയെക്കുറിച്ച് കൂടുതൽ അറിയാം. അമേരിക്കയിലെ വടക്കൻ അലബാമയിലെ കൊച്ചു പട്ടണമായ ടസ്കംബയിൽ 1880 ജൂൺ 27-നാണ് ഹെലൻ കെല്ലറുടെ ജനനം. സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ആർതർ എച്ച് കെല്ലറുടെയും വീട്ടമ്മയായിരുന്ന കെയ്റ്റ് ആഡംസിന്റെയും മകളായ ഹെലൻ 19-ാം മാസം വരെ നല്ല ആരോഗ്യമുള്ള കുട്ടിയായിരുന്നു. 1882 ഫെബ്രുവരിയിലാണ് അന്ധതയ്ക്കും ബധിരതയ്ക്കും കാരണമായ മസ്തിഷ്കജ്വരം ബാധിച്ചത്. കുഞ്ഞ് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയെങ്കിലും മരണത്തെ അതിജീവിച്ച് ഹെലൻ വളർന്നു. കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ടാണെങ്കിലും സ്വതവേ വികൃതിയായിരുന്ന ഹെലൻ ഈ രോഗത്തെ തുടർന്ന് കൂടുതൽ വാശിക്കാരിയും ദേഷ്യക്കാരിയുമായി വളർന്നു. കുട്ടിക്കാലത്ത് താൻ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാണെന്ന് ഹെലൻ അറിഞ്ഞിരുന്നില്ല. മറ്റുള്ളവരുടെ സാന്നിധ്യം അവൾ ആസ്വദിച്ചിരുന്നു. അപൂർവം ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവർക്ക് തനിക്കില്ലാത്ത എന്തോ ഒരു ശക്തി വായ തുറന്ന് സംസാരിക്കാനുള്ള കഴിവുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അവൾ അസ്വസ്ഥതയായിരുന്നു. ചില ശബ്ദങ്ങൾ ഉണ്ടാക്കുകയും
കരഞ്ഞുകൊണ്ട് വീടിനുള്ളിൽ ഓടി നടക്കുകയും ചെയ്തിരുന്നു. അമ്മയുമായും വീട്ടിലെ പാചകക്കാരിയുടെ മകളായ മാർത്ത വാഷിംഗ്ടൺ എന്ന സമപ്രായക്കാരി പെൺകുട്ടിയോടുമായിരുന്നു കാര്യമായ ആശയവിനിമയങ്ങൾ നടത്തിയിരുന്നത്. പ്രശസ്ത സാഹിത്യകാരൻ ചാൾസ് ഡിക്കൻസ് എഴുതിയ അമേരിക്കൻ നോട്ട്സ് എന്ന പുസ്തകത്തിലെ ബദിരിയായ പെൺകുട്ടിയുടെ കഥ ഉൾക്കൊണ്ട് ഹെലന്റെ അമ്മ തന്റെ മകൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് ഉറപ്പിച്ച് ബദിരിയായ കുട്ടികൾക്കുള്ള പരിശീലനത്തിന് പ്രത്യേകം താല്പര്യം കാണിച്ച സ്കോട്ടിഷ് അമേരിക്കൻ ശാസ്ത്രജ്ഞനായ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനെ സമീപിച്ചു. അങ്ങനെ അവർ ഹെലന് വേണ്ടി ഒരു ടീച്ചറെ കണ്ടെത്തി. തന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമായി ഹെലൻ കാണുന്നത് തന്റെ പ്രിയപ്പെട്ട ടീച്ചറായ ആനി മാൻസ്ഫീൽഡ് സള്ളിവൻ തന്റെ വീട്ടിലെത്തിയ ദിവസമായിരുന്നു. ടീച്ചർക്ക് ഹെലന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചു. കൈകൊണ്ട് അക്ഷരങ്ങളും വസ്തുക്കളും തിരിച്ചറിയാൻ പഠിപ്പിക്കുന്നതോടൊപ്പം ഹെലന്റെ പെരുമാറ്റവും നന്നാക്കി എടുക്കുവാൻ സള്ളിവന് സാധിച്ചു. ടീച്ചർ ഒരു പാവയെ നൽകി ഡോൾ എന്ന് തന്റെ കയ്യിൽ എഴുതി പഠിപ്പിച്ച വാക്കാണ് ജീവിതത്തിൽ ആദ്യം പഠിച്ച വാക്കെന്ന് ഹെലൻ പറയുന്നു. അന്ധരായ ആളുകളെ വായിക്കാനും എഴുതാനും പ്രാപ്തരാക്കാൻ ലൂയി ബ്രെയ്ലി രൂപകൽപ്പന ചെയ്ത ബ്രെയ്ലി ലിപി ഹെലൻ പരിശീലനം നേടുകയും ഗണിതവും ഇംഗ്ലീഷും ഫ്രഞ്ചും സസ്യശാസ്ത്രവും ജന്തുശാസ്ത്രവുമെല്ലാം പഠിച്ചെടുക്കുകയും ചെയ്തു. ബിരുദം നേടുന്ന അന്ധയും ബധിരയുമായ ആദ്യ വ്യക്തിയായിരുന്നു ഹെലൻ കെല്ലർ. 1902 ഹെലൻ കെല്ലറുടെ ആത്മകഥയായ ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് 44 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ദ വേൾഡ് ഐ ലിവ് ഇൻ, ലൈറ്റ് ഇൻ മൈ ഡാർക്ക്നെസ്, ഓപ്റ്റിമിസം തുടങ്ങിയ പ്രശസ്തമായ 14 ഗ്രന്ഥങ്ങൾ എഴുതിയ ഹെലൻ കെല്ലർ ജനങ്ങളെ പ്രചോദിപ്പിക്കുന്ന പ്രഭാഷകയും കൂടിയായിരുന്നു. പ്രശസ്തയായപ്പോൾ വൈകല്യമുള്ളവരെ പ്രതിനിധീകരിച്ച് പല രാഷ്ട്രങ്ങളും സന്ദർശിച്ചു. 1909 ഹെലൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. അതോടൊപ്പം 1915 വികലാംഗ ക്ഷേമത്തിനായി ഹെലൻ കെല്ലർ ഇന്റർനാഷണൽ എന്ന സംഘടന രൂപീകരിച്ച് പ്രവർത്തനവും തുടങ്ങി. 1936 തന്റെ പ്രിയപ്പെട്ട ടീച്ചർ ആനി സള്ളിവന് ക്ഷയരോഗം ബാധിതയായി മരണപ്പെട്ടതോടെ ഹെലൻ മാനസികമായി തളരുകയും ആ ആഘാതത്തിൽ നിന്നും ഹെലനെ കൈപിടിച്ചുയർത്തിയത് ഹെലന്റെയും ആനിയുടെയും സെക്രട്ടറി ആയിരുന്ന പോളി തോംസൺ ആയിരുന്നു. 1960 ഇവരും മരണപ്പെട്ടതോടെ ഹെലൻ വീണ്ടും ഒറ്റപ്പെട്ടു. ആയിരങ്ങൾക്ക് പ്രചോദനമായ ഹെലന്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് നിരവധി പുരസ്കാരങ്ങൾ ഹെലനെ തേടിയെത്തിയിരുന്നു. അതോടൊപ്പം ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം, ലയൺസ് ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്, ലീജിയൻ ഓഫ് ഹോണർ തുടങ്ങിയ വലിയ അംഗീകാരങ്ങളും കരസ്ഥമാക്കി. 21ാം നൂറ്റാണ്ടിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ ഒന്നായി കരുതപ്പെടുന്ന ഹെലൻ കെല്ലറുടെ ജീവിതത്തെ ആസ്പദമാക്കി 1962 ദ മിറക്കിൾ വർക്കർ എന്ന ഹോളിവുഡ് സിനിമ പുറത്തിറക്കി. 1968 ജൂൺ 1 87-ാം വയസ്സിൽ അന്തരിച്ച ഹെലൻ എന്ന പ്രതിഭ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ്: ലോകത്തിൽ ആനന്ദം മാത്രമായിരുന്നെങ്കിൽ ധൈര്യവും ക്ഷമയും നമ്മൾ ആരും പഠിക്കുമായിരുന്നില്ല. അതുപോലെ സന്തോഷത്തിന്റെ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് തുറക്കുന്നു. അടഞ്ഞ വാതിൽ തന്നെ നോക്കി നിൽക്കുന്നതുകൊണ്ടാണ് നാം തുറന്ന വാതിൽ കാണാത്തത്. നമ്മുടെ മുമ്പിലെ പ്രശ്നങ്ങൾ തീർക്കുന്ന ഇരുട്ടിൽ നിന്നും പ്രത്യാശയുടെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കാൻ ഹെലൻ കെല്ലറുടെ ജീവിതം നമുക്ക് പ്രചോദനമേകുന്നു. താങ്ക് യു മിസ്. ഓക്കെ, നന്നായിട്ട് എടുത്തിട്ട് മിന്നു. ദെൻ സ്റ്റീഫൻ ഹോക്കിൻസിനെ കുറിച്ചിട്ടും പിന്നെ പഠന വൈകല്യങ്ങളെ കുറിച്ചിട്ടും ബാക്കിയുള്ള പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് വരുമ്പോ ഒന്നും കൂടി എല്ലാവരും ഒന്നുകൂടി പ്രിപ്പയർഡ് ഒക്കെ ആയിട്ട് വരാം. ബാക്കിയുള്ള പോർഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ താങ്ക് യു ഓൾ. സൈനോട്ട് ആരാ പറയുന്നേ? പറഞ്ഞോടാ. ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ്? ഫ്ലാഷ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആണോ? പ്രസന്റ് ചെയ്തോടാ. വെയിറ്റ് ഇല്ല, ഫാസ്റ്റ്. പ്രസന്റ് ചെയ്തോടാ. ഓക്കെ, കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മിസ്സേ. സൈനോട്ട് പറഞ്ഞു കേട്ടോ. ഇന്ന് ഇവിടെ സെമിനാർ കണ്ടക്ട് ചെയ്യിപ്പിച്ച് നമുക്ക് പുതിയ അറിവുകൾ നേടാൻ സഹായിച്ച അപർണ മിസ്സിന് നന്ദി അറിയിക്കുന്നു. സെമിനാർ അവതരിപ്പിച്ച കൂട്ടുകാർക്കും ആക്ടിവിറ്റി പ്രസന്റ് ചെയ്ത കൂട്ടുകാർക്കും ക്ലാസ്സിൽ
പ്രസന്റ് ആയിട്ടുള്ള എല്ലാവർക്കും താങ്ക് യു മിസ്. താങ്ക് യു ഓൾ. സെമിനാർ നല്ല രീതിയിൽ അവതരിപ്പിച്ചു. താങ്ക് യു. താങ്ക് യു മാം. ബൈ മാം. താങ്ക് യു മിസ്. ഇന്ന് സെമിനാർ അവതരിപ്പിച്ച എല്ലാവർക്കും താങ്ക്സ്. താങ്ക് യു ഓൾ. എല്ലാവർക്കും നന്നായിട്ട് തന്നെ അടിപൊളിയായിട്ട് എടുത്തു.